പാർക്കും ഉന്നതനം ദൈവ സന്നിധി നാം വന്നുകൂടാ. നന്ദിയോടിന്നേരം ദൈവത്തെ സ്തുതിക്കാം, അവന്റെ ദയയ്ക്കായി നാം പുകഴ്ത്താം, സ്തുതിക്കാം രക്ഷിതാവാം ദൈവം ആലയത്തിൽ പാർക്കും. പരിശുദ്ധാത്മാ ആലയത്തിൽ വന്നേ, തരിക നിൻ കൽവരങ്ങൾ, നിന്റെ ഹിതം ചെയ്യുവാൻ ഞങ്ങളിൽ വസിക്കാൻ ദൈവത്രിയേകായ യഹോവേ. പുകഴ്ത്താം, സ്തുതിക്കാം കീർത്തനങ്ങൾ പാടി, ഹല്ലേലൂയ ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിങ്ങളേവരെയും ഈ ആരാധനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഉണങ്ങിയ അസ്ഥികളെ, യഹോവയുടെ വചനം കേൾപ്പിൻ. യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു: നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ ത്വക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. പരിശുദ്ധാത്മാവിനെ തന്റെ ജനങ്ങൾക്ക് വേണ്ടി അയച്ചു ഞങ്ങളുടെ കർത്താവെ, ഈ വിശുദ്ധ ദിനത്തിന്റെ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ഈ പെന്തക്കോസ്ത് ഞായർ കർത്താവെ ഭവനങ്ങളിലായിരുന്നു കൊണ്ട് അങ്ങേ സ്തുതിക്കുവാനും അങ്ങേ മഹത്വപ്പെടുത്തുവാനും അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയ കൃപകൾക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഒരാഴ്ച കാലവട്ടം പ്രതിസന്ധികളുടെ മധ്യത്തിലൂടെ ഞങ്ങൾ കടന്നുപോയ നിമിഷങ്ങളിൽ ഞങ്ങളുടെ ഭവനങ്ങൾക്ക് ആവശ്യമായ സന്തോഷവും സമാധാനവും ദൈവം അവിടുന്ന് പകർന്ന കൃപകൾക്കായി സ്തോത്രം. വിശേഷ കർത്താവെ, ഈ ദിനത്തിൽ ഞങ്ങൾ ഭവനത്തിലിരുന്ന് അങ്ങേ ആരാധിക്കുമ്പോൾ ഈ ആരാധന തുടങ്ങുന്ന നിമിഷം മുതൽ അവസാനിക്കുന്ന നിമിഷം വരെയും ദൈവത്തിന്റെ കൃപ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ സ്വർഗീയ പിതാവേ, ആമേൻ. ദൈവ നാമ സ്തുതിക്കും മഹത്വത്തിനുമായി ക്രിസ്തീയ കീർത്തനങ്ങളിൽ 70-ാമത്തെ ഗീതം നമുക്ക് ആലപിക്കാം. ക്രിസ്തീയ കീർത്തനങ്ങളിൽ 70-ാമത്തെ ഗീതം. വീശുക ദൈവാത്മാവേ, സ്വർഗീയമാം ആവിയെ വീശണമേ. വീശുക ദൈവാത്മാവേ, സ്വർഗീയമാം ആവിയെ വീശണമേ. യേശുവിൻ രക്തത്താൽ ദാസന്മാർക്ക് അവകാശമായി തീർന്നവനേ, യേശുവിൻ രക്തത്താൽ ദാസന്മാർക്ക് അവകാശമായി തീർന്നവനേ. ദൈവത്തിൻ തോട്ടത്തിന്മേൽ വീശിടുക ലാവണ്യനാദമോടെ, ജീവന്റെ വൃക്ഷങ്ങൾ പൂത്തു കായ്ക്കുവാൻ ദൈവത്തിൻ പുകഴ്ചയ്ക്കായി. ജീവന്റെ വൃക്ഷങ്ങൾ പൂത്തു കായ്ക്കുവാൻ ദൈവത്തിൻ പുകഴ്ചയ്ക്കായി. സ്നേഹത്തിൻ പാലകനെ, നിൻ കാറ്റിനാൽ സ്നേഹാഗ്നി ജ്വലിപ്പിക്കാം. ഇഹ നിൻ ശിഷ്യരിൽ യേശുനാമത്തിൽ മഹത്വം കണ്ടിടുവാൻ. ഇഹ നിൻ ശിഷ്യരിൽ യേശുനാമത്തിൽ മഹത്വം
മഹത്വം കണ്ടിടുവാൻ. ചാവിന്റെ പുത്രന്മാരെ നിൻ ശ്വാസത്താൽ ജീവിപ്പിച്ചുണർത്തുകേ. ദൈവത്തിൻ രാജ്യവും നീതിയും സത്യ സേവയും തേടിടുവാൻ. ദൈവത്തിൻ രാജ്യവും നീതിയും സത്യ സേവയും തേടിടുവാൻ. യേശുവിൻ വചനവും തൻ വിശുദ്ധ ക്രൂശിന്റെ രഹസ്യവും വിശ്വസിച്ചേവനും ഉള്ളിൽ ഉടനെ വിശ്രമം കണ്ടെത്തുവാൻ. വിശ്വസിച്ചേവനും ഉള്ളിൽ ഉടനെ വിശ്രമം കണ്ടെത്തുവാൻ. ശക്തിയൻ ആത്മാവു നീ, ദൈവികമ ഭക്തിയിൻ ദാതാവും നീ. മുക്തി ഭൂമിയിൽ നൽകുന്നോൻ ക്രിസ്തൻ രക്തത്തിൽ ആശ്രയിച്ച. മുക്തി ഭൂമിയിൽ നൽകുന്നോൻ ക്രിസ്തൻ രക്തത്തിൽ ആശ്രയിച്ച. വിശുദ്ധ ഭൂമിയെങ്ങും വരണ്ട ക്ലേശപ്രദേശത്തിലും നാശത്തിൻ പാശങ്ങൾ ആകെ നീങ്ങി ദൈവാശിസ്തു വാഴും വരെ. നാശത്തിൻ പാശങ്ങളാകെ നീങ്ങി ദൈവാശിസ്തു വാഴും വരെ. വിശുദ്ധ ദൈവാത്മാവേ സ്വർഗീയ ആവിയെ വീശണമേ. യേശുവിൻ രക്തത്താൽ ദാസന്മാർക്കവകാശമായി തീർന്നവനേ. യേശുവിൻ രക്തത്താൽ ദാസന്മാർക്കവകാശമായി തീർന്നവനേ. സ്തുതിലിത്താനികൾ 6-ാം പുറം 4-ാം ഭാഗം. സ്തുതിലിത്താനികൾ 6-ാം പുറം 4-ാം ഭാഗം. നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. വരുവിൻ, നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കാം. നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പെടുക. നാം സ്തോത്രത്തോടെ അവിടുത്തെ സന്നിധിയിൽ ചെല്ലുക. സങ്കീർത്തനങ്ങളോടെ അവിടുത്തെ ഘോഷിക്കുക. യഹോവ മഹാദൈവമല്ലോ, അവിടുന്ന് സകല ദേവന്മാർക്കും മീതെ മഹാരാജാവ് തന്നെ. ഭൂമിയുടെ അധോഭാഗങ്ങൾ അവിടുത്തെ കയ്യിലാകുന്നു, പർവ്വതങ്ങളുടെ ശിഖരങ്ങളും അവിടത്തേക്കുള്ളവ. സമുദ്രം അവിടത്തേത്, അവിടുന്ന് അതിനുണ്ടാക്കി. കരയെയും തിരുക്കരങ്ങൾ മെനഞ്ഞിരിക്കുന്നു. വരുവിൻ, നാം വണങ്ങി നമസ്കരിക്കാം. നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. അവിടുന്ന് നമ്മുടെ ദൈവമാകുന്നു, നാമോ അവിടുന്ന് മേയ്ക്കുന്ന ജനവും അവിടുത്തെ കയ്യിലെ ആടുകളും തന്നെ. ക്രിസ്തേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരും ആയുള്ളവരെ, ദൈവത്തിന്റെ മുൻപിൽ പ്രാർത്ഥനയോടുകൂടെ എത്താൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ഉയർത്തുവിൻ. ഇവിടെ നിശ്ചയമായി ദൈവ ഭവനവും സ്വർഗവാതിലുമുണ്ട്. നമുക്ക് ആശ്വാസവും സന്തോഷവും സകല ബുദ്ധിയും കവിയുന്ന സമാധാനവും ഇവിടെ വെച്ച് നൽകുവാൻ ദൈവം പ്രസാദിച്ചിരിക്കുന്നു. ഇവിടെ വെച്ച് തിരുവചനവും വിശുദ്ധ കൂദാശകളും മുഖാന്തരം ദൈവം നമ്മോട് സംസാരിക്കുന്നതായി നാം കേൾക്കുന്നുവല്ലോ. ഇങ്ങനെ നമ്മെ സമീപിച്ചിരിക്കുന്ന ദൈവത്തോട് നാമും അണഞ്ഞു ചെന്ന് നമ്മുടെ കൃതജ്ഞതാസ്തോത്രങ്ങൾ അർപ്പിക്കുന്നത് യോഗ്യവും ന്യായവും ആകുന്നു. എന്നാലും നാം പാപം ചെയ്തു പോയിട്ടുള്ളവരും ദൈവത്തിന്റെ പരിശുദ്ധ സന്നിധിയിൽ നിൽക്കാൻ യോഗ്യതയില്ലാത്തവരുമാണെന്നോർത്ത് പരമാർത്ഥമായ അനുതാപത്തോടെ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുക. നാം ആയിരിക്കുന്നിടങ്ങളിൽ നമ്മുടെ മുട്ടുകൾ മടക്കി നമ്മെ തന്നെ ദൈവ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. വീണ്ടും ഒരു അവസരം കൂടെ ദൈവസന്നിധിയിൽ കുറവുകൾ ഏറ്റുപറയുവാൻ ദൈവം നമുക്ക് നൽകിയിരിക്കുമ്പോൾ, നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ
നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിലില്ലാതെയായി. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ അവിടുന്ന് നമ്മോട് പാപങ്ങൾ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഈ ദിനത്തിൽ നാം ആയിരിക്കുന്നിടത്ത് കർത്താവേ, എൻ്റെ ജീവിതത്തിലെ കുറവുകളെ ഞാൻ ഏറ്റുപറയുന്നു. എൻ്റെ ജീവിതത്തിൽ കർത്താവെ കടന്നു വന്നിരിക്കുന്ന അഴുക്കേറിയ അനുഭവങ്ങളെ, കർത്താവെ കയ്പ് നിറഞ്ഞ അനുഭവങ്ങളെ ഞാൻ ദൈവസന്നിധിയിൽ തുറന്ന് പറയുന്നു എന്ന് ഏറ്റുപറയുവാനായിട്ട് നമുക്ക് ഈ പ്രഭാതത്തിൽ കഴിയണം. മുടിയനായ പുത്രനെ പോലെ സുബോധം വന്ന ഈ ദിനത്തിൽ അപ്പൻ്റെ അടുക്കലേക്ക് മടങ്ങിച്ചൊല്ലുമെന്ന് പൂർണ്ണമായ അനുതാപത്തോടുകൂടെ നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിലേക്ക് ഒന്ന് തുറന്നു വയ്ക്കാം. കർത്താവെ, എൻ്റെ വാക്കിൽ, എൻ്റെ ചിന്തകളിൽ, എൻ്റെ പ്രവർത്തനങ്ങളിൽ കടന്നു വന്ന കുറവുകളെ ഈ ദിനത്തിൽ എന്നോട് ക്ഷമിക്കണമേ എന്ന് മനഃപൂർവ്വമായി നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞു എന്ന് വിശ്വസിക്കുന്നവർക്ക് 10-ാം പുറത്ത് കാണുന്ന അനുതാപ പ്രാർത്ഥനയിൽ ഒരുമിച്ച് പങ്കുചേരാം. ആരാധനക്രമം 10-ാം പുറം. ഞങ്ങളുടെ പിതാവായ ദൈവമേ, വാക്കിലും പ്രവൃത്തിയിലും വിചാരത്തിലും ഞങ്ങൾ അങ്ങേക്ക് വിരോധമായി പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ പൂർണ്ണ മനസ്സോടെ അങ്ങയെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളെ പോലെ തന്നെ ഞങ്ങളുടെ അയൽക്കാരെയും സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ പാപം മാറ്റി ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ സകല കുറ്റങ്ങളിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല. നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതും ഇല്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവിടുത്തെ ദയ തന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അവിടുന്ന് നമ്മുടെ ലംഘനങ്ങൾ നമ്മോട് അകറ്റിയിരിക്കുന്നു. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവിടുന്ന് തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങൾ ചുമന്നുകൊണ്ട് ക്രൂശന്മേൽ കയറി. അവിടുത്തെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ് പാപമോചനവും മാപ്പും ജീവിതം പുതുക്കുന്നതിനുള്ള അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്ക് നൽകുമാറാകട്ടെ. ഈ ദിനങ്ങളിൽ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച കർത്താവ്, പ്രതിസന്ധിയുടെ മധ്യത്തിലും നമ്മെ വഴി നടത്തിയ കർത്താവ്, ആ കർത്താവിന് സ്തോത്രം ചെയ്യാതെ ഇരിക്കുവാനായിട്ട് നമുക്ക് കഴിയുകയില്ലല്ലോ. അതുകൊണ്ട് 17-ാം പുറത്ത് കാണുന്നതായ പതിവിലുള്ള സ്തോത്രം, ഓരോ അപേക്ഷയുടെ പിന്നാലെ കർത്താവെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു എന്ന് സഭ ഏറ്റുചൊല്ലേണ്ടതാകുന്നു. ആരാധനക്രമം 17-ാം പുറം. ഞങ്ങളുടെ മേലും ഞങ്ങളുടെ ജനങ്ങളുടെ മേലും അവിടുന്ന് കൃപയായി നൽകിയിട്ടുള്ള സകല ദാനങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ജീവന് വേണ്ടിയും ഞങ്ങൾ ജീവിക്കുന്ന ഈ ലോകത്തിനു വേണ്ടിയും കർത്താവെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അവിടുത്തെ കൃപയാൽ ഞങ്ങൾ ഗ്രഹിച്ചിട്ടുള്ള സത്യത്തിനായും ഞങ്ങളുടെ ജീവിതത്തിൽ കാണുന്ന എല്ലാ നന്മയ്ക്കായും ദിവ്യമായ കാര്യങ്ങളിലേക്ക് ഞങ്ങളെ വഴി നടത്തുന്ന വിശ്വാസത്തിനായും പ്രത്യാശയ്ക്കായും കർത്താവെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന മനോഹരമായ ഈ പ്രപഞ്ചം, പകൽ രാത്രി, വേനൽ മഴ, വിത കൊയ്ത്ത്, സസ്യാദികൾ എന്നിവയ്ക്ക് വേണ്ടിയും കർത്താവെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. സകല സന്തോഷങ്ങൾക്കായും ആശ്വാസങ്ങൾക്കായും കുടുംബ സംബന്ധമായ അനുഗ്രഹങ്ങൾക്കായും സ്നേഹിതന്മാർക്കായും സാമൂഹിക ജീവിതത്തിലെ നിർമ്മല സന്തോഷം, സ്നേഹം, സഹതാപം എന്നിവയ്ക്കായും കർത്താവെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഉപജീവന മാർഗങ്ങൾ, വിദ്യാഭ്യാസം, സാഹിത്യം, ശാസ്ത്രം, കലാ, സംസ്കാരം എന്നിവയ്ക്കായി കർത്താവെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. സാമൂഹിക നീതിക്കും മർദ്ദിതരുടെ വിമോചനത്തിനും അവശ്യരുടെ ഉദ്ധാരണത്തിനും വേണ്ടി പോരാടുന്ന ഭരണാധിപന്മാർ, സാമൂഹിക പ്രവർത്തകർ, നിയമനിർമ്മാതാക്കൾ, ശാസ്ത്രജ്ഞന്മാർ തുടങ്ങിയവർക്കായി കർത്താവെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ദൈവം ദാനമായി നൽകിയിരിക്കുന്ന കുഞ്ഞുങ്ങൾ, യുവതി, യുവാക്കൾ, വിദ്യാർത്ഥികൾ എന്നിവർക്കായി കർത്താവെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തുവിനെ ഞങ്ങൾക്ക് നൽകിയ കൃപയ്ക്കായും പരിശുദ്ധാത്മാവിന്റെ സഹവാസത്തിനായും സഭയിലെ വിവിധ ശുശ്രൂഷകൾക്കായും കർത്താവെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നതിലൂടെ ക്രിസ്തുവിന്റെ സ്നേഹം വെളിപ്പെടുത്തുവാൻ ലഭിച്ചിരിക്കുന്ന സന്ദർഭങ്ങൾക്കായും കർത്താവെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കൃപയും സ്നേഹവും നിറഞ്ഞ ദൈവമേ, ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ അധരങ്ങൾ കൊണ്ട് അങ്ങേ സ്തുതിച്ചു ഞങ്ങൾ തന്നെ അങ്ങേക്ക് പ്രതിഷ്ഠിച്ച് ജീവിക്കുന്നതിനും
ജീവിതത്താൽ അങ്ങയെ സ്തുതിക്കുന്നതിനും ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. ഞങ്ങളുടെ പാറയും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായ കർത്താവേ, ഞങ്ങളുടെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുമുമ്പാകെ പ്രസാദമായിരിക്കുമാറാകട്ടെ. ആമേൻ. 104 സങ്കീർത്തനം 24 മുതൽ 35 വരെയുള്ള തിരുവചനങ്ങൾ നമുക്ക് പ്രതിവാക്യമായി വായിക്കാം. 104 സങ്കീർത്തനം 24 മുതൽ 35 വരെയുള്ള തിരുവചനങ്ങൾ. യഹോവേ, അവിടുത്തെ പ്രവൃത്തികൾ എത്ര പെരുകിയിരിക്കുന്നു! ജ്ഞാനത്തോടെ അവിടുന്ന് അവയൊക്കെയും ഉണ്ടാക്കിയിരിക്കുന്നു. ഭൂമി അവിടുത്തെ സൃഷ്ടികളാൽ നിറഞ്ഞിരിക്കുന്നു. വലിപ്പവും വിസ്താരവുമുള്ള സമുദ്രം അതാ കിടക്കുന്നു. അതിൽ സഞ്ചരിക്കുന്ന ചെറിയതും വലിയതുമായ അസംഖ്യ ജന്തുക്കൾ ഉണ്ട്. അതിൽ കപ്പലുകൾ ഓടുന്നു. അതിൽ കളിപ്പാൻ അവിടുന്നുണ്ടാക്കിയ ലിവ്യാതാൻ ഉണ്ട്. തക്ക സമയത്ത് തീൻ കിട്ടേണ്ടതിന് ഇവ ഒക്കെയും നിന്നെ കാത്തിരിക്കുന്നു. അവിടുന്ന് കൊടുക്കുന്നതിനെ അവ പെറുക്കുന്നു. തൃക്കൈ തുറക്കുമ്പോൾ അവയ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുന്നു. തിരുമുഖത്തെ മറയ്ക്കുമ്പോൾ അവ ഭ്രമിച്ചു പോകുന്നു. നീ അവയുടെ ശ്വാസം എടുക്കുമ്പോൾ അവ ചത്ത് പൊടിയിലേക്ക് തിരികെ ചേരുന്നു. അങ്ങ് അവിടുത്തെ ശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു. അവിടുത്തെ ഭൂമിയുടെ മുഖത്തെ പുതയ്ക്കുന്നു. യഹോവയുടെ മഹത്വം എന്നേക്കും നിൽക്കുമാറാകട്ടെ. യഹോവ തന്റെ പ്രവൃത്തികളിൽ സന്തോഷിക്കട്ടെ. അവിടുന്ന് ഭൂമിയെ നോക്കുന്നു, അത് വിറയ്ക്കുന്നു. അവിടുന്ന് മലകളെ തൊടുന്നു, അവ പുകയുന്നു. എൻ്റെ ആയുഷ്കാലത്തൊക്കെയും ഞാൻ യഹോവയ്ക്ക് പാടും. ഞാൻ ഉള്ളിടത്തോളം എൻ്റെ ദൈവത്തിന് കീർത്തനം പാടും. എൻ്റെ ധ്യാനം അവന് പ്രസാദകരമായിരിക്കട്ടെ. ഞാൻ യഹോവയിൽ സന്തോഷിക്കും. പാപികൾ ഭൂമിയിൽ നിന്ന് മുടിഞ്ഞു പോകട്ടെ, ദുഷ്ടന്മാർ ഇല്ലാതെയാകട്ടെ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, യഹോവയെ സ്തുതിപ്പിൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആദിയെങ്കിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. ഈ സമയം ഇന്നത്തേക്ക് ആവശ്യമായ തിരുവചന വേദഭാഗം നമുക്ക് ശ്രവിക്കാവുന്നതാണ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 16 അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 16 അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ നമുക്ക് ശ്രവിക്കാം. നിങ്ങൾ ഇടറിപ്പോകാതിരിപ്പാൻ ഞാൻ ഇത് നിങ്ങളോട് സംസാരിക്കുന്നു. അവർ നിങ്ങളെ പള്ളിഭ്രഷ്ടർ ആക്കും. അത്രയും അല്ല, നിങ്ങൾ എല്ലാം ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് വിചാരിക്കുന്ന നാഴിക വരുന്നു. അവർ പിതാവിനെയും എന്നെയും അയക്കൊണ്ട് ഇങ്ങനെ ചെയ്യും. അതിൻ്റെ നാഴിക വരുമ്പോൾ ഞാൻ അത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ ഓർക്കേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിക്കുന്നു. ആദിയിൽ ഇത് നിങ്ങളോട് പറഞ്ഞത് ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടത്രേ. ഇപ്പോഴോ ഞാൻ എന്നെ അയച്ചവൻ്റെ അടുക്കൽ പോകുന്നു. നീ എവിടെ പോകുന്നു എന്ന് നിങ്ങൾ ആരും എന്നോട് ചോദിക്കുന്നില്ല. എങ്കിലും ഇത് നിങ്ങളോട് സംസാരിക്കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ദുഃഖം നിറഞ്ഞിരിക്കുന്നു. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നതും നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അവർ എന്നിൽ വിശ്വസിക്കൊണ്ട് പാപത്തെക്കുറിച്ചും ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോവുകയും നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുക കൊണ്ട് നീതിയെക്കുറിച്ചും ഈ ലോകത്തിൻ്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കൊണ്ട് ന്യായവിധിയെക്കുറിച്ചും തന്നെ. ക്രിസ്തുവേ, അങ്ങയ്ക്ക് സ്തുതിയുണ്ടാകട്ടെ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ നമ്മെ തന്നെ ദൈവസന്നിധിയിൽ വിനയപ്പെടുത്താം. നമുക്ക് ദൈവത്തോടുകൂടെ പ്രാർത്ഥിക്കാം. ഈ ദിനം ഒരു പെന്തക്കോസ്ത് ദിനത്തിൻ്റെ അനുഭവത്തിൽ നാം ഭവനങ്ങളിലായിരുന്നു കൊണ്ട് ദൈവസന്നിധിയോടുകൂടെ ചേർന്ന് വരുമ്പോൾ കർത്താവെ, പെന്തക്കോസ്ത് നാളിൽ മാളിക മുറിയിൽ കടന്നു വന്ന സകല ജനത്തിൻ്റെ മേലും അവിടുത്തെ ആത്മാവിനെ പരിവർത്തിച്ചതുപോലെ ഈ ദിനത്തിൽ കർത്താവെ, ഞങ്ങളായിരിക്കുന്ന ഭവനങ്ങൾ മാളിക മുറിയായിട്ട് മാറ്റപ്പെടുവാൻ, ഞങ്ങളുടെ ഭവനങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപ കൊണ്ട് നിറയുവാൻ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ ആവശ്യമായിട്ടുള്ള ദൈവകൃപ കർത്താവെ ഈ ദിനങ്ങളിൽ ഞങ്ങളുടെ ഭവനങ്ങളിൽ വ്യാപരിക്കുവാൻ അവിടെ നിന്ന് സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോടുകൂടെ പ്രാർത്ഥിക്കാമോ? ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു.
പോകുന്നു. കഷ്ടങ്ങളിൽ അവിടുന്ന് ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ ഈ നാളുകളിൽ നമ്മുടെ സങ്കേതമാകുന്ന കർത്താവ്, നമ്മുടെ ബലമാകുന്ന കർത്താവ്, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്ന കർത്താവ്, ആ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാമോ? പ്രത്യേകിച്ച് വിവിധ ആവശ്യഭാരത്തോടുകൂടെ ഈ ദിനങ്ങളിൽ നാം കടന്നു പോകുമ്പോൾ ഒരുപക്ഷെ ഉണങ്ങിയ അസ്ഥികളുടെ അനുഭവത്തോടുകൂടെ നാം ആയിരിക്കാം. ഇനി ജീവൻ വയ്ക്കുവാൻ സാധ്യതയില്ല, സകലതും നഷ്ടമായിരിക്കുന്നു എന്നുള്ള ചിന്തയുടെ മധ്യത്തിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ ഈ ദിനത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അയച്ച് നമ്മുടെ ജീവിതങ്ങളെ ശക്തീകരിക്കുവാൻ കഴിവുള്ള ഒരു ദൈവമാണ്. നമ്മെ ഒരു സൈന്യത്തെ പോലെ എഴുന്നേൽപ്പിച്ച് നിർത്തുവാൻ ശക്തിയുള്ള ഒരു ദൈവം നമ്മോടുകൂടെയുണ്ട്. ഈ ദിനങ്ങളിൽ ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്ന് ഭരമേൽപ്പിച്ച് പ്രാർത്ഥിക്കാമോ? കർത്താവേ, ഈ ദിനങ്ങളിൽ ഞങ്ങൾ ഭവനങ്ങളിലായിരുന്നു കൊണ്ട് ഞങ്ങളുടെ ഉപജീവനത്തിൻ്റെ സാധ്യതകൾ മുഴുവനായി നഷ്ടമായിരിക്കുകയാണ്. കർത്താവെ, ഞങ്ങൾ ഇന്ന് കർത്താവെ ഉണങ്ങിയ അസ്ഥികൾക്ക് തുല്യമായി സകലതും നഷ്ടമായി കർത്താവെ ജീവനില്ലാത്ത അവസ്ഥയിലൂടെ ഓരോ കുടുംബങ്ങൾ മുന്നേറുമ്പോൾ ഈ നാളുകളിൽ ഞങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള ദൈവകൃപ ഈ ദിനത്തിൽ ഞങ്ങളുടെ ഭവനങ്ങളുടെ മേൽ അവിടെ നിന്ന് പകരണമേ എന്ന് നമുക്ക് ദൈവത്തോടുകൂടെ പ്രാർത്ഥിക്കാം. നാം ആയിരിക്കുന്ന ഇടത്ത് വിശ്വസ്തയോടുകൂടെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഈ നിമിഷം നമ്മുടെ ജീവിതങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപ കൊണ്ട് നിറയ്ക്കുന്ന ആ ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയും. നിന്റെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളുടെ മേൽ ഇറങ്ങി വരുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ ദിനത്തിൽ അനുഭവിക്കുവാൻ കഴിയും. കർത്താവ് നിങ്ങളുടെ സമീപത്തുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളുടെ മധ്യയിൽ വിട്ടുപോകുന്ന കർത്താവല്ല, നിങ്ങളുടെ ആവശ്യങ്ങളിൽ കൂടെ ഇരിക്കുന്ന കർത്താവാണ്. നിന്റെ ജീവിതമാകുന്ന പടക് ഈ നാളുകളിൽ ഉലയുന്നുണ്ട് എങ്കിൽ നീ ഭാരപ്പെടേണ്ട. നിന്റെ ജീവിതത്തിൽ നിന്റെ പടകിൽ കൂടെയുള്ള കർത്താവ് ഈ ദിനത്തിൽ നിന്നോടൊപ്പം യാത്ര ചെയ്യുന്നുവെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതങ്ങളൊന്ന് സമർപ്പിക്കാം. കർത്താവേ, നിന്റെ ജീവിതമാകുന്ന പടക് അതാടി ഉലഞ്ഞാലും നശിച്ചു പോകാതെ അവിടുന്ന് എന്നെ കൃത്യ സ്ഥലങ്ങളിൽ എത്തിക്കുവാൻ, എന്നെ കൃത്യ സ്ഥാനങ്ങളിൽ എത്തിക്കുവാൻ കഴിവുള്ള ഒരു കർത്താവാണെന്ന് ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഈ ദിവസത്തിലൊന്ന് സമർപ്പിക്കാമോ? നിന്റെ ജീവിതത്തിൽ ഉപജീവന മാർഗങ്ങൾ നഷ്ടമായിരിക്കുന്നുവെങ്കിൽ, കടഭാരം കൊണ്ട് മുന്നോട്ട് പോകുവാൻ കഴിയാതെ ഇരിക്കുന്നുവെങ്കിൽ, എൻ്റെ ഭവനത്തെ എങ്ങനെ കാര്യങ്ങൾ ക്രമപ്പെടുത്തി ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയുമെന്ന് ചിന്തിച്ച് ഭാരത്തോടുകൂടെ ഇരിക്കുന്നുവെങ്കിൽ, നിന്റെ ഭാരത്തെ എൻ്റെ മേൽ വയ്ക്കുക എന്നറിവ് ചെയ്യുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് പൂർണ്ണമായി സമർപ്പിക്കാമോ? നമ്മെ തന്നെ ഒന്ന് വിനയപ്പെടുത്താമോ? കർത്താവേ, ആരും എനിക്ക് സഹായമില്ല. ഞാനിന്ന് ഏകനായിരിക്കുമ്പോൾ അങ്ങ് മാത്രമാണ് എൻ്റെ സഹായം. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ വിശുദ്ധ ദിനത്തിൽ സമർപ്പിച്ചുകൊണ്ട് അല്പസമയം നമ്മെ തന്നെ ഒന്ന് വിനയപ്പെടുത്തി നമുക്ക് ദൈവത്തോടുകൂടെ പ്രാർത്ഥിക്കാമോ? ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെ പോകുന്നവർ, ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെ പോകുന്നവർ, എന്നാലെനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിലുല്ലാസമേ, എന്നാലെനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിലുല്ലാസമേ. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിൽ എന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിൽ എന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. ആരും സഹായമില്ലാതെ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ കഴിയാതിരുന്ന നിമിഷങ്ങളിൽ കർത്താവെ, കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ വഴി നടത്തിയ കൃപകൾക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ദിനത്തിൽ കർത്താവെ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ഒരിക്കൽ കൂടെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഉപജീവന മാർഗങ്ങൾ നഷ്ടപ്പെട്ട പ്രിയപ്പെട്ടവരുണ്ട്, ജീവിതങ്ങളിൽ ഭാരത്തോടുകൂടെ കഴിയുന്നവരുണ്ട്, രോഗാവസ്ഥകളിൽ കഴിയുന്നവരുണ്ട്. എല്ലാവരെയും ഈ നിമിഷങ്ങൾ ദൈവ സന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വരും നാളുകളിൽ ഈ ഒരു പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് വീണ്ടും ഉപജീവന മാർഗങ്ങൾ കടന്നു ചെല്ലുവാൻ, വീണ്ടും ആരോഗ്യത്തോടെ
ധൈര്യത്തോടുകൂടി എഴുന്നേറ്റ് നടക്കുവാൻ കർത്താവെ പ്രിയ മക്കളെ അവിടെ നിന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടഭാരങ്ങളുടെ മധ്യത്തിലായിരിക്കുന്നവർക്ക് അതിൽ നിന്നും അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ ദൈവം അവിടെ നിന്ന് സഹായിക്കണമേ. ഈ നാളുകൾ കർത്താവെ ഉപജീവന മാർഗങ്ങൾ നഷ്ടമായി ഭവനങ്ങളിലായിരിക്കുന്ന എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ ഭവനത്തിൽ കർത്താവെ ഒരു നന്മയ്ക്കും കുറവില്ലാതെ ദൈവകൃപ ഈ നാളുകളിൽ അനുഭവിച്ചുകൊണ്ട് സന്തോഷവും സമാധാനവും ദൈവകൃപയും അനുഭവിച്ച് മുന്നേറുവാൻ അവിടെ നിന്ന് സഹായിക്കണോ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങനെ ദൈവം എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്ക് കർത്താവെ നന്ദി അർപ്പിക്കുന്ന ദിനങ്ങളായി വരും നാളുകൾ മാറ്റപ്പെടുവാൻ അവിടെ നിന്ന് സഹായിക്കണോ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെപ്പോലെ കർത്താവെ എത്രയോ പേർ ഈ ലോകത്ത് നിന്ന് എടുക്കപ്പെട്ടിരിക്കുമ്പോൾ ഈ നാളുകളിൽ ഞങ്ങളെ ഇത്രയധികം നിർത്തിയിരിക്കുന്ന കൃപകൾക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. വരും നാളുകളിൽ ഞങ്ങൾ കുടുംബമായി അതിന് നന്ദി അർപ്പിച്ച് മുന്നേറുവാൻ അവിടെ നിന്ന് സഹായിക്കണോ പ്രാർത്ഥിക്കുന്നു. വിശേഷ കർത്താവെ വരുന്ന ഒരാഴ്ച കാലഘട്ടം പ്രിയ മക്കളുടെ ജീവിതത്തിൽ സന്തോഷത്തിന്റെ, അനുഗ്രഹത്തിന്റെ, നന്മയുടെ, വീണ്ടെടുപ്പിന്റെ ദിനങ്ങളാക്കി ദൈവം അവിടെ മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും കർത്താവെ ദൈവസന്നിധിയിൽ കടന്നു വന്ന് അങ്ങേ ആരാധിക്കുന്ന നിമിഷം വരെയും പരിശുദ്ധാത്മാവിന്റെ കൃപ കൊണ്ട് നിറയ്ക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ സ്വർഗീയ പിതാവേ, ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരീഷ്ടം സ്വർഗത്തെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷയിൽ കർത്താവ് സകലദോഷങ്ങൾ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും ഇന്നും എന്നേക്കും അങ്ങേക്കുള്ളതാകുന്നുവല്ലോ. ആമേൻ. ദൈവ വചന കേൾവിയുടെ അനുഗ്രഹത്തിനായി നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ 502 ഗീതം നമുക്ക് ആലപിക്കാം. ക്രിസ്തീയ കീർത്തനങ്ങളിൽ 502 ഗീതം. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദിയിലെന്ന പോലാത്മാവേ അമിത ബലം തരണേ. ആദിയിലെന്ന പോലാത്മാവേ അമിത ബലം തരണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ലോകത്തിൻ മോഹം വിട്ടോടിടുവാൻ, സാത്താന്യ ശക്തിയെ ജയിച്ചിടുവാൻ. ലോകത്തിൻ മോഹം വിട്ടോടിടുവാൻ, സാത്താന്യ ശക്തിയെ ജയിച്ചിടുവാൻ. ധീരതയോടു നിൻ വേല ചെയ്യുവാൻ അഭിഷേകം ചെയ്തിടണേ. ധീരതയോടു നിൻ വേല ചെയ്യുവാൻ അഭിഷേകം ചെയ്തിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. കൃപകളും മരങ്ങളും ജ്വലിച്ചിടുവാൻ, വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. കൃപകളും മരങ്ങളും ജ്വലിച്ചിടുവാൻ, വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. പിന്മഴയെ വീണ്ടും അയക്കണമേ, നിഞ്ചനമുണർന്നിടുവാൻ. പിന്മഴയെ വീണ്ടും അയക്കണമേ, നിഞ്ചനമുണർന്നിടുവാൻ.
പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. തിരുവചന കേൾവിയുടെ അനുഗ്രഹത്തിനായി നമ്മുടെ തലകളമടക്കാം. നമുക്ക് ദൈവത്തോടുകൂടെ പ്രാർത്ഥിക്കാം. പെന്തക്കോസ്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമേറിയ ഈ നല്ല വിശുദ്ധ ദിനത്തിൻ്റെ പ്രഭാതത്തിൽ കർത്താവെ, ഭവനങ്ങളിലായിരുന്നു കൊണ്ട് ഞങ്ങൾക്കങ്ങേ ആരാധിപ്പാൻ ദൈവം അവിടെ നിന്ന് അവസരമൊരുക്കി. ഈ ദിനത്തിൽ ഞങ്ങളായിരിക്കുന്ന ഇടത്ത് കർത്താവെ, അവിടുത്തെ ആത്മാവിനെ സ്വീകരിക്കുവാൻ, ഞങ്ങൾ പുതുക്കമുള്ളവരായി തീരുവാൻ ഈ ആരാധനയിലൂടെ ദൈവം അവിടെ നിന്ന് സഹായിക്കണം. ഇന്ന് ഞങ്ങൾ കേൾക്കേണ്ടുന്ന തിരുവചനത്തെ ദൈവം അവിടെ നിന്ന് വാഴ്ത്തി അനുഗ്രഹിച്ച് നൽകണമേ. ജീവനും ശക്തിയുമുള്ള ആത്മാവിൻ്റെ കൃപ ഞങ്ങൾ ഈ ആരാധനയിൽ ദർശിക്കുവാൻ ദൈവം അവിടെ സഹായിക്കണം. വചനം സംസാരിക്കുന്ന അടിയനോട് കൂടെ ഇരിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ സ്വർഗീയ പിതാവേ, ആമേൻ. മുല്ലപ്പൂ തല്ലിക്കൊഴിച്ച കാറ്റേ, കള്ളനെപ്പോലെ മറഞ്ഞ കാറ്റേ, നിൻമുഖം കാണുവാൻ എത്ര നാളായി ഉമ്മറ തിണ്ണയിൽ ഞാനിരിപ്പൂ. എങ്ങുമേ കാണുവാനില്ല, പക്ഷേ ഉമ്മ വയ്ക്കുന്നു നീയൻ കവിളിൽ, ഒന്നെൻ്റെ കൺമുൻപിൽ വന്നുകൂടെ. സുഗതകുമാരിയുടെ കാറ്റ് എന്ന കവിതയിലെ ചില വരികളാണ് ഈ ദിനത്തിൽ നിങ്ങളോട് പങ്കുവച്ചത്. കാറ്റ് അത് എവിടെ നിന്ന് വരുന്നു എന്നോ എങ്ങോട്ട് അത് പോകുന്നുവോ എന്ന് ആർക്കും തന്നെ പറയുവാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ കാറ്റിന് ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. ഈ ദിനത്തിൽ പെന്തക്കോസ്ത് ഞായറായി സഭ ആചരിക്കുമ്പോൾ ഇന്ന് ചിന്തിക്കുവാനായി നൽകിയിരിക്കുന്ന ചിന്തയും ഇതിനോടുകൂടെ ചേർത്ത് വയ്ക്കുവാനായിട്ട് നമുക്ക് കഴിയും. പരിശുദ്ധാത്മാവേ വന്ന് ഞങ്ങളെ പുതുക്കണമേ. പരിശുദ്ധാത്മാവേ വന്ന് ഞങ്ങളെ പുതുക്കണമേ. ഇന്ന് തിരുസഭ പെന്തക്കോസ്ത് ഞായറായി ആചരിക്കുമ്പോൾ കർത്താവ് പറഞ്ഞതനുസരിച്ച് തൻ്റെ ശിഷ്യന്മാർ ഒരുമിച്ച് കാത്തിരുന്ന് അതിനുവേണ്ടി തയ്യാറാകുകയാണ്. അങ്ങനെ തയ്യാറായിരുന്ന ജനത്തിൻ്റെ മേൽ യോവേൽ പ്രവാചകനിലൂടെ ഉണ്ടായ ആ ദൈവിക അരുളപ്പാട് ഇവിടെ നിവൃത്തിയാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഈ പെന്തക്കോസ്ത് ഞായർ ദിനം നമ്മുടെ ജീവിതങ്ങൾക്ക് ഒരു വലിയ പുതുക്കത്തിൻ്റെ, ഒരു മാറ്റത്തിൻ്റെ ഒരു മാറ്റൊലിയായിട്ട് മാറ്റപ്പെടേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. തിരുവചനം നാം പരിശോധിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് പല ഭാവത്തിലും രൂപത്തിലും ആദിയോടന്തം നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെയെങ്കിൽ ഈ ദിനത്തിൽ പരിശുദ്ധാത്മാവിനെ കാറ്റിനോടുകൂടെ സാമ്യപ്പെടുത്തി ചില കാര്യങ്ങൾ നിങ്ങളോടുകൂടെ പങ്കുവയ്ക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ എന്ന വാക്കിൻ്റെ അർത്ഥം നാം പരിശോധിക്കുമ്പോൾ കാറ്റ്, ആത്മാവ് തുടങ്ങിയ പദങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെയെങ്കിൽ യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37 അധ്യായം 1 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ നാം വായിക്കുമ്പോൾ ദൈവം ആത്മാവിലൂടെ യെഹെസ്കേൽ പ്രവാചകനെ അസ്ഥികളുടെ താഴ്വാരത്തിൽ കൊണ്ട് നിർത്തി ജീവനില്ലാത്ത ഉണങ്ങിയ അസ്ഥികളെ കാണിച്ചു കൊടുത്ത് ചോദിക്കുന്നു, അല്ലയോ പ്രവാചക, അല്ലയോ മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? ഈ ദിനത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ പുതുക്കത്തിൻ്റെ അനുഭവങ്ങൾ കൊണ്ടുവരുന്ന ഇടമായിട്ട് മാറ്റപ്പെടുമ്പോൾ ഉണങ്ങിയ അസ്ഥികൾക്ക് ജീവിക്കുവാനായിട്ട് കഴിയും. അങ്ങനെയെങ്കിൽ ഈ തിരുവചനം നാം മുഴുവനായിട്ട് വായിക്കുമ്പോൾ അവിടെ കാറ്റ് പല ദിശയിൽ നിന്നും അവരുടെ മധ്യത്തിലേക്ക് കടന്നു വന്ന് അത് ജീവനുള്ള ശ്വാസമായി ജനത്തിൻ്റെ ഉള്ളിലേക്ക് പകരുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെയെങ്കിൽ കാറ്റിൻ്റെ ചില പ്രത്യേകതകളെ ഈ ദിനത്തിൽ നിങ്ങളോട് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായി കാറ്റിൻ്റെ പ്രത്യേകത എന്നുള്ളത് അത് അദൃശ്യമായതാണ്. കാറ്റ് ഇൻവിസിബിൾ, അതായത് ആർക്കും കണ്ണുകൊണ്ട് കാണുവാൻ കഴിയുകയില്ല. തിരുവചനം നാം സൂക്ഷ്മതയോടുകൂടെ വായിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 3 അധ്യായം അതിൻ്റെ 8 വാക്യം വായിക്കുമ്പോൾ കാറ്റ് ഇഷ്ടമുള്ളയിടത്ത് ഊതുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു, എങ്കിലും അത് എവിടെ നിന്ന് വരുന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും അറിയുന്നില്ല എന്ന്
തിരുവചനം ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ കാറ്റ് അദൃശ്യമാണ്, അത് നമുക്കിതുവരെയും കണ്ണുകൊണ്ട് കാണുവാൻ കഴിയുകയില്ല. അത് നമ്മുടെ ശരീരങ്ങളിലൂടെ തട്ടിപ്പോകുമ്പോൾ നമുക്കത് അനുഭവിച്ചറിയുവാനാണ് കഴിയുന്നത്. ഇവിടെ യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം നാം പരിശോധിക്കുമ്പോൾ ജീവനില്ലാതെ ഉണങ്ങിയിരുന്ന ഇടങ്ങളിൽ അദൃശ്യമായ ഈ കാറ്റിൻ്റെ ശക്തി അത് 4 ദിക്കിലൂടെയും കടന്നു വന്ന് അവരിൽ ജീവൻ നൽകുന്ന അനുഭവമായി മാറുകയാണ്. ഈ ദിനങ്ങളിൽ നമ്മുടെ ജീവിതങ്ങളിൽ അദൃശ്യമായ ഒരു ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇന്ന് നമ്മുടെ ജീവിതങ്ങളെ തൊടുവാനായി നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിട്ടുണ്ട്. നാം ആയിരിക്കുന്ന ഏത് അനുഭവങ്ങളെയും ജീവനില്ലാത്ത അനുഭവങ്ങളോടുകൂടെ, ഉണങ്ങിയ അനുഭവങ്ങളോടുകൂടെ നാം ആയിരിക്കുന്നുവെങ്കിൽ നമുക്ക് വേണ്ടുന്ന ശക്തി നൽകുവാനായിട്ട് ഈ കാറ്റിന് കഴിയും. രണ്ടാമതായി, ഈ കാറ്റിൻ്റെ പ്രത്യേകത എന്നുള്ളത് അത് പവർഫുള്ളാണ്, അതായത് ശക്തമായ ഒന്നാണ് ഈ കാറ്റ്. ഇന്ന് നാം വായിച്ചു കേട്ട യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം നാം ഒന്ന് കണ്ണോടിച്ചു പോകുമ്പോൾ അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൻ്റെ 2-ാമത്തെ ഭാഗത്തുമ്പോൾ, നീ 4 കാറ്റുകളിൽ നിന്നും വന്ന് ഈ നിഹതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക. അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു, അവർ ജീവിച്ചു. അപ്പോൾ ഈ കാറ്റിൻ്റെ പ്രത്യേകത എന്നുള്ളത് അത് ശക്തി നൽകുന്ന കാറ്റാണ്. ഇവിടെ ജീവനില്ലാതിരുന്ന അസ്ഥികളെ ജീവിപ്പിക്കുന്ന, ശക്തി നൽകുന്ന, എഴുന്നേറ്റ് നിൽക്കുവാൻ ശക്തി നൽകുന്ന ഒന്നാണ് ഈ കാറ്റ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ശരീരത്തെ തഴുകിപ്പോകുമ്പോൾ അത് ചിലവർക്ക് അതൊരു ആശ്വാസമായി തീരും, ചിലർക്ക് അത് വിരളമായി തോന്നാം. പക്ഷേ ഈ കാറ്റ് ഒരാളുടെ ശരീരത്തിൽ തഴുകിപ്പോകുമ്പോൾ അത് അവൻ്റെ ജീവിതത്തിന് കുളിർമയായിട്ട് മാറ്റപ്പെടുകയാണ്. ഇവിടെ ഇസ്രായേൽ ജനത്തിൻ്റെ ഈ നാളുകളിലെ അനുഭവങ്ങൾ, ഉണങ്ങിയ അസ്ഥികളെല്ലാം ചേർന്ന് അതൊരു വലിയ സൈന്യമായി മാറുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഈ നാളുകളിൽ നാം ആയിരിക്കുന്ന അനുഭവങ്ങൾ ശക്തി നശിച്ച് ഇനി എഴുന്നേൽക്കുവാൻ കഴിയില്ല എന്ന് പ്രത്യാശയ്ക്ക് ഭംഗം വന്ന് നമ്മുടെ ജീവിതം മുടിഞ്ഞുപോയിരിക്കുന്നു എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ അതിൽ നിന്നും നമ്മെ ശക്തീകരിച്ച് ഒരു സൈന്യമായിട്ട് എഴുന്നേൽപ്പിച്ച് നിർത്തുവാനായിട്ട് ഈ കാറ്റിന് അനുഭവങ്ങളിൽ നിന്നും മാറ്റി അവരെ ജീവനുള്ള ശക്തിയുള്ള ഒരു സൈന്യമായി നിർത്തുവാനായിട്ട് ഇവിടെ ഈ കാറ്റിന് കഴിയുകയാണ്. ആ കാറ്റ് അവരിൽ വന്നപ്പോൾ അവർക്ക് പറഞ്ഞറിയിക്കുവാൻ കഴിയാത്തത്ര ഒരു സന്തോഷവും ഒരു ആനന്ദവും അവർക്കുണ്ടാകുകയാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം നാം പരിശോധിക്കുമ്പോഴും നമുക്കിത് തന്നെ കാണുവാനായിട്ട് കഴിയും. അതായത് ഒരുമിച്ചിരുന്ന ജനത്തിൻ്റെ മേൽ ആകാശത്തിൽ നിന്നും ഒരു ശക്തി അവിടെ മേൽ കൊടിയ കാറ്റുപോലെ ഇറങ്ങി വരുന്നത് അവർ അനുഭവിക്കുകയാണ്. അഗ്നി നാവ് പോലെ അവിടെ മേൽ പതിഞ്ഞ് അവർ പല ഭാഷകളിൽ സംസാരിക്കുവാനായിട്ട് തുടങ്ങുകയാണ്. ഈ ജനത്തിന് ഈ കാറ്റിൻ്റെ പ്രത്യേകത എന്നുള്ളത് അത് ശക്തിയുള്ള കാറ്റാണ്. മൂന്നാമതായി അൺഎക്സ്പ്ലെയിനബിൾ എന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയും. അതായത് നമുക്ക് പ്രവചിക്കുവാൻ അല്ലെങ്കിൽ പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത ഒന്നാണ് കാറ്റ് എന്ന് നമുക്ക് ജനത്തിന് അത് പറഞ്ഞറിയിക്കുവാൻ കഴിയാത്തത്ര, കണ്ടുനിന്നവർക്ക് അത് പറയുവാൻ കഴിയാത്തത്ര ഒരു പുതിയ ശക്തിയായിട്ട് അത് മാറ്റപ്പെടുകയാണ്. ഈ നാളുകളിൽ നിന്റെ ജീവിതത്തിൽ സകലതും നഷ്ടമായി നീ ജീവിതത്തിൽ ഒതുക്കപ്പെട്ടിരിക്കുന്നു എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ ഈ കാറ്റ് നിന്റെ ജീവിതത്തിൽ വീശുന്നുണ്ടോ എന്ന് ഈ ദിനങ്ങളിൽ ചിന്തിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. ഈ കാറ്റ് അവരുടെ ശരീരങ്ങളിൽ വരുമ്പോഴാണ് പുതുക്കത്തിൻ്റെ ശക്തി അവരുടെ മേൽ വരുന്നത്. കഴിഞ്ഞ നാളുകളിലെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ മറന്ന് ഈ നാളുകളിൽ ഈ അദൃശ്യമായ ശക്തിയിൽ അവർ ആശ്രയിച്ചുകൊണ്ട്, പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത ആ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് അവർ തങ്ങളെ തന്നെ പുതുക്കി മുന്നോട്ട് പോകുവാനായിട്ട് അവർ ശ്രമിക്കുകയാണ്. ഈ ശക്തിയാണ് ലോകത്തിൻ്റെ അറ്റത്തോളം കടന്നു ചെല്ലുവാനായിട്ട് അവരെ ശക്തീകരിച്ചത്. ഈ ദിനങ്ങളിൽ ഈ COVID-19 എന്ന മഹാമാരിയുടെ മധ്യത്തിലൂടെ ഭാരത്തോടുകൂടെ, നിരാശയോടുകൂടെ, വേദനയോടുകൂടെ മുന്നോട്ട് പോകുവാൻ കഴിയുന്നില്ല എന്ന് നാം ചിന്തിക്കുന്നുവെങ്കിൽ ഈ വിശുദ്ധ ദിനത്തിൽ, ഈ പെന്തക്കോസ്ത് ഞായറിൽ ഇന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ഒരു വാഗ്ദത്തമുണ്ട്. നിന്റെ ജീവിതത്തെ പുതുക്കുവാൻ, നിന്റെ ജീവിതത്തിന് ആവശ്യമായ ശക്തി ഞാൻ നിന്നിൽ പകരുന്നുണ്ട്. നീ ഒരു സൈന്യമായി എഴുന്നേൽക്കുവാനായിട്ട് പോവുകയാണ്. നിന്റെ ജീവിതത്തിലെ സകല നിരാശകളെയും മാറ്റി മുന്നോട്ട് പോകുവാൻ ഈ ദിനത്തിൽ നിനക്ക് കഴിയണം. അവിടെയാണ് ദൈവം നമുക്ക് നിവർത്തിക്കുന്ന നന്മകളെ അനുഭവിക്കുവാനായിട്ട് കഴിയുന്നത്. വരും നാളുകളിൽ നമ്മുടെ ജീവിതങ്ങളിൽ സ്വദേശത്ത് പാർത്ത് യഹോവ അരുളി ചെയ്ത് നിവൃത്തിയായി എന്ന് വിശ്വസിച്ച് അതിന് സാക്ഷിയുള്ളവരായി ജീവിക്കുവാൻ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഏവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. പെന്തക്കോസ്തിൻ്റെ ശ്രേഷ്ഠമായ അനുഭവത്തെ ഞങ്ങളുടെ ജീവിതങ്ങളിൽ പ്രദാനം ചെയ്ത കർത്താവേ,
ഈ വിശുദ്ധ ദിനത്തിൻ്റെ പ്രഭാതത്തിൽ ഭവനങ്ങളിലായിരുന്നു കൊണ്ട് ഞങ്ങളങ്ങെ ആരാധിച്ചു. കാത്തിരുന്നവരുടെ മേൽ പരിവർത്തിച്ച ആ പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഈ ദിനങ്ങളിൽ ഞങ്ങളുടെ ഭവനങ്ങളിലും അങ്ങ് അയച്ചതിനാൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്നത്തെ ആരാധന സുഗന്ധബലിയാഗമായി അവിടുന്ന് സ്വീകരിച്ചതിനാൽ സ്തോത്രം. പ്രത്യേകിച്ച് ഈ ആരാധന തുടങ്ങിയ നിമിഷം മുതൽ ഇതുവരെ ദൈവത്തിൻ്റെ കൃപ കൂടെ ഇരുന്നതിനാൽ സ്തോത്രം. കർത്താവേ, പരിശുദ്ധാത്മാവ് വന്ന് ഞങ്ങളെ പുതുക്കുന്ന അനുഭവം ഈ ദിനം മുതൽ ഞങ്ങൾ അനുഭവിപ്പാൻ ദൈവം അവിടുന്ന് സഹായിക്കണമേ. അത് കാറ്റിൻ്റെ രൂപത്തിലാണ് കടന്നു വന്നത്. കാറ്റിൻ്റെ രൂപത്തിൽ കടന്നു വന്ന ഉണങ്ങിയ അസ്ഥികളെ ജീവിപ്പിച്ചുവെങ്കിൽ ആ അദൃശ്യമായ ശക്തിയെ, കർത്താവെ, ആ ശക്തിയെ, ആ പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത ശക്തിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ദിനങ്ങളിൽ മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കണം. പ്രത്യേകിച്ച് കർത്താവെ, പ്രിയ മക്കളുടെ തുടർന്നുള്ള ജീവിതയാത്രയിൽ ദൈവം തന്നെ നല്ലവനായി കൂടെ ഇരിക്കണം. വരുന്നൊരാഴ്ച കാലഘട്ടം പ്രിയ മക്കൾക്ക് ആവശ്യമായ ഒരു നന്മയ്ക്കും കുറവില്ലാതെ ദൈവ കൃപ കൊണ്ട് അങ്ങ് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ സ്വർഗീയ പിതാവേ, ആമേൻ. ആശീർവാദം സ്വീകരിക്കാം. നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തേശുവിലും എന്നേക്കും തലമുറ തലമുറയായി മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തേശുവിൽ കാക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ഇടയിലുണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.